KEAM 2023 കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള 2023-24 വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ശ്രേൺശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീകുമാർ. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് KEAM എക്സാമിന് വേണ്ടി എങ്ങനെയാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് അഥവാ UG 2023 യോഗ്യത നേടിയിരിക്കണം. പ്രവേശന പരീക്ഷണ കമ്മീഷണർ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം. ഫാർമസി കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷയുടെ പേപ്പർ 1 പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം. ആർക്കിടെക്ചർ കോഴ്സ് പ്രവേശനത്തിന് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റ 2023 യോഗ്യത 30/6/2023 മുമ്പ് നേടിയിരിക്കണം. രേഖകൾ: വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അപേക്ഷാർത്ഥിയുടെ വ്യക്തമായ ഒപ്പ്, നേറ്റിവിറ്റി അഥവാ ജനന സ്ഥലം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ജനന തീയതി തെളിയിക്കുന്ന OBC വിഭാഗക്കാർ അവരുടെ സംവരണം വ്യക്തമാക്കുന്ന വില്ലേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അഥവാ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാർ താലൂക്കിൽ നിന്നുള്ള ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മിശ്ര വിവാഹിതരായ മാതാപിതാക്കളുള്ളവർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി വിഭാഗത്തിന് മതവും ജാതിയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മറ്റ് സംഭരണങ്ങൾ ഉള്ളവർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ ഇമെയിൽ ID, അപേക്ഷകന്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ ഫോൺ നമ്പർ എന്നീ രേഖകളാണ് ആവശ്യമായുള്ളത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2023 ഏപ്രിൽ 10 വൈകിട്ട് 5 മണി വരെയും ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി 20 ഏപ്രിൽ 2020. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ KEAM 2023 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായി ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എന്നും രജിസ്റ്റർ ഹിയർ എന്നുള്ളതും കാണാൻ സാധിക്കും. ഇതിൽ ആദ്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്റ്റർ ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ഈ ഒരു ഡിക്ലറേഷനൊക്കെ വായിച്ച ശേഷം ഈ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് എന്നിവ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് കൺഫേം ചെയ്യണം. നമ്മുടെ അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. കാരണം നമുക്ക് ഇനി മുന്നോട്ടുള്ള ലോഗിനായിട്ടൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ഇടയ്ക്ക് സൈറ്റ് എന്തെങ്കിലും ഡൗൺ ആവുകയാണെങ്കിലും രണ്ടാമത് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആദ്യമേ നോട്ട് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന പേജിൽ ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ കോഴ്സ് തിരഞ്ഞെടുക്കണം. അഗ്രികൾച്ചർ കോഴ്സാണോ, എഞ്ചിനീയറിംഗ് കോഴ്സാണോ, ഫാർമസി കോഴ്സാണോ എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത ശേഷം നമ്മുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. തുടർന്ന് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജെൻഡർ, നാഷണാലിറ്റി, നേറ്റിവിറ്റി, ആധാർ നമ്പർ എന്നിവ കൊടുക്കുക. തുടർന്ന് ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അവരുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഒക്യുപ്പേഷൻ, നെയിം ഓഫ് ഗാർഡിയൻ, ആരാണ് നമ്മുടെ രക്ഷകർത്താവ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രക്ഷകർത്താവുമായുള്ള നമ്മുടെ റിലേഷൻ എന്താണെന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരം ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് വായിച്ച് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മുടെ ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ നമ്മൾ കൊടുക്കുക. നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. തുടർന്ന് പെർമനൻറ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ കൊടുത്ത ശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ സെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇവിടെയും സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. ഇതൊക്കെ കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ
റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലെയിം ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ ജനറൽ ആയതുകൊണ്ട് എല്ലാം ജനറലാണ് കൊടുത്തിരിക്കുന്നത്. റിസർവേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു പേജിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായി വായിച്ച് നോക്കിയ ശേഷം അതോടൊപ്പം നമുക്ക് ഏതെങ്കിലും മിലിറ്ററി കോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എസ് കൊടുത്താൽ മതിയാകും. തുടർന്ന് ഇതെല്ലാം കൃത്യമായി ഫില്ല് ചെയ്ത ശേഷം ഇവിടെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആനുവൽ ഫാമിലി ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ വരുമാനം, ആ ഒരു വരുമാനം കുടുംബ വാർഷിക വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്, അത് കൊടുക്കുക. നമ്മുടെ റവന്യൂ, ഡിസ്ട്രിക്റ്റ്, താലൂക്ക് എന്നിവ കൊടുത്ത ശേഷം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ്. ഇവിടെ നമുക്കിതെല്ലാം ഓക്കെ ആണ്, വേറെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ആൻഡ് ഫൈനലൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് എന്നുള്ളതിലേക്ക് പോകാം. ഇവിടെ അത് കഴിഞ്ഞ് വരുന്ന പേജിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത്. 600 പ്ലസ് ടാക്സ് ആണ് നോർമൽ ഫീസ്. നിയമാനുസൃതമായ ഫീസ് ഇളവ് ഉള്ളവർക്ക് അതിന് അനുസരിച്ചുള്ള ഫീസ് ഇളവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നു. നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഓൺലൈനായിട്ടോ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് ആണ്. അതിനായി ആദ്യം നമുക്ക് ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഗൈഡ് ലൈൻസ് അപ്പോയിൻമെൻറ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോയും അതോടൊപ്പം നമ്മുടെ സിഗ്നേച്ചറിൻ്റെയും സൈസ് എത്ര MB വരെ, ഫയൽ സൈസ് ഏതാണ്, അതോടൊപ്പം ഫോട്ടോ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഫോം ലഭിക്കുന്നതാണ്. അതെല്ലാം കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെയും മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുവാനുള്ളതാണ്. അതിനുശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.